ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ 2 ദിവസമായി നോമ്പില്ല എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കുറഞ്ഞ് തലകറക്കം വന്ന് കിടപ്പിലായിപ്പോയി. അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ. നോമ്പൊക്കെ പിടിച്ചിട്ട് അൽഹംദുലില്ലാ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. പിന്നെയെന്ന് പറയുമ്പം രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്ക് കണ്ണേറും സംഭവിക്കാം കേട്ടോ. നമ്മൾ കഴിക്കുന്നതിൻ്റെ കണ്ണേറും നമുക്ക് സംഭവിക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും വീഡിയോസിൽ പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, പച്ചക്കറി കഴിക്കണം. ഞാൻ ഇറച്ചി കഴിക്കത്തില്ല. പിന്നെ നിങ്ങൾ നല്ല ആഹാരം കഴിക്കണം, നല്ല ഡ്രൈ ഫ്രൂട്ടുകൾ കഴിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണേർ സംഭവിച്ച പോലെ ആയിപ്പോയി. ബെഡിൽ നിന്ന് എഴുന്നേക്കാനും തോന്നുന്നില്ല. ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ തീരെ കുറഞ്ഞു പോയാൽ ഭയങ്കര പ്രശ്നമല്ലേ. എനിക്കാണെങ്കിൽ മെഡിസിൻ കഴിക്കാനും താല്പര്യമില്ല. പിന്നെയെന്ന് പറയുമ്പോൾ ബ്ലഡ് ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് മുന്തിരി. ജ്യൂസ് കുടിക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പം ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കുറച്ച് വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് അടിച്ചു കുടിക്കാം. കൗണ്ട് കൂടാനൊക്കെ വളരെ നല്ലതാണ്. ചിലർ ഈ പാലൊക്കെ അതിൻ്റെ കൂടെ അടിച്ചു കുടിക്കും. പാലൊന്നും പാലും പഞ്ചസാരയും കൂടെ ചേരുമ്പം അത് വേറൊരു മിശ്രിതമായി മാറും. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ, നല്ല ക്ഷീണമുണ്ട്. ഇൻഷാ അല്ലാ ഉഷാറായിട്ടൊക്കെ ഞാൻ വരും. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാൻ ഓരോന്ന് തിന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുടിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്കും കൂടെ പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. ചിലർ ഇറച്ചി മാത്രമാണ് കഴിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ ശരീരത്ത് ഫ്രഷ് പച്ചക്കറികൾ, ഫ്രഷ് ഫ്രൂട്ടുകൾ, നല്ല ഫിഷുകൾ എല്ലാം വേണം. എന്നാലേ നമ്മളെ ശരീരം നന്നായിരിക്കത്തുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഉറങ്ങി നീര് വെച്ച് മുഖത്ത് കിട്ടാം. ഫുഡ് വേണ്ട, വെള്ളം മാത്രം ഇത്രയും ദിവസമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നു. ഫുഡ് കഴിക്കുന്നേ ഇല്ല. തൊണ്ടേന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല. 2 ദിവസമായിട്ട് നോമ്പും പിടിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള എല്ലാ നോമ്പും പിടിച്ച്, പക്ഷെ തല കറങ്ങി അത്രയും അവസ്ഥയിലായി ഞാൻ. അതുകൊണ്ടാണ് നോമ്പ് എടുക്കാൻ പറ്റാഞ്ഞത്. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ഇത് ഞങ്ങളുടെ അടുത്ത് പുതിയൊരു കട തുടങ്ങിയിട്ടാണ്. അപ്പം കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കലൊന്നുമില്ല. പിന്നെ പിള്ളേർ പറഞ്ഞ് ഇന്നുമ്മ
മുന്തിരി അടിക്കണ്ട, മുന്തിരി ഇവിടുത്തെ കടയിൽ നിന്ന് ഫ്രഷ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. റിച്ച് ഇൻ റിയൽ ഫ്രൂട്ട്. പക്ഷെ നല്ല ജ്യൂസായിരുന്നു കേട്ടോ, കടയിലെ ജ്യൂസ് അടിപൊളിയാണ്. അപ്പം ബ്ലഡ് ഉണ്ടാകാൻ മെഡിസിനെക്കാട്ടി നല്ലത്. ഞാനിപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വറുത്ത മുന്തിരിങ്ങ വെള്ളത്തിൽ ഇട്ട് ഞെരടി പിഴിഞ്ഞ് കുടിക്കുന്നുണ്ട്. ആപ്പിള് കഴിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. മുന്തിരിങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. മുന്തിരിയും ക്യാരറ്റും കൂടെ അടിച്ച് കുടിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാനൊക്കെ വളരെ നല്ലതാണ്. പപ്പായയും കഴിക്കുക. അപ്പോൾ പ്രാർത്ഥനയിൽ എല്ലാവരും എന്നെ ഉൾപ്പെടുത്തുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.